നമുക്ക് ചെറുതായിട്ട് മീൻ കറി വെക്കാം. പച്ചമുളക് ചെറുതായിട്ട് ഇഞ്ചി നമുക്ക് തക്കാളി ഇടാം. മുളക് കറിയല്ലേ, അങ്ങനെ തക്കാളി നോക്കിയിട്ട് അരച്ച് നോക്കട്ടെ. നമുക്ക് കുടംപുളി വെള്ളത്തിലിട്ട് വെള്ളം കളയരുതേ. ആ വെള്ളം മീനിനകത്ത് ഒഴിക്കണം. മീനകത്ത് ഒഴിച്ച് കഴിയുമ്പോൾ ഇച്ചിരി നേരം ഇങ്ങനെ വെക്കണം. ഇച്ചിരി നേരം ഇങ്ങനെ വെച്ചിട്ട് കുടംപുളിയുടെ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ വെള്ളം ഇതിനകത്ത് ഒഴിച്ചേക്കണം. മീനിൻ്റെ അഴുക്കെല്ലാം പോകും. ഇതെല്ലാം തേച്ച് വെച്ച മീന് ഈ കുടംപുളിയുടെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ഇച്ചിരി നേരം ഇങ്ങനെ വെക്കണം. മീനടക്കെ ഇടാൻ നേരത്ത് ഒന്നുകൂടെ കഴുകിയെടുക്കുമ്പോൾ മീനിൻ്റെ ഉലുമ്പ് പണം പോകും. ഇതിപ്പം കുടംപുളി വിട്ട് വയറ്റാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുടംപുളി എല്ലാം നല്ലപോലെ വഴന്നു. അതിനകത്ത് മുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും വേണ്ട, അതിന് ഇച്ചിരി ഇട്ടതാണ്. എല്ലാം കൂടി ഇതിനകത്ത് ഇട്ട് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മൂക്കണേ. എല്ലാം നല്ല ഭംഗിയായിട്ട് മൂക്കണം. നല്ലപോലെ മൂത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് അരപ്പാക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആക്കുമ്പോഴേ അരപ്പ് നല്ല കട്ടിക്കുറുകി വരും. ഒറ്റ ട്രിപ്പ് വെള്ളം ഒഴിക്കരുത്. എപ്പം മീൻ കറി വെച്ചാലും ഇങ്ങനെ ആക്കി എടുക്കണം. അരപ്പ് പൊഴിക്കുകയും ചെയ്യും, അരപ്പ് വേവുകയും ചെയ്യും. തിളക്കട്ടെ. അപ്പം നല്ലപോലെ തിളച്ച് മീനിടാം. കുടംപുളിയിൽ നിന്ന് കഴുകിയ വെള്ളം കളഞ്ഞ് വേറെ വെള്ളം ഒഴിച്ച് എന്നിട്ട് പുളിയുടെ കളറുണ്ട്. നമുക്ക് വെള്ളം കുറച്ച് വേകട്ടെ. 2-3 തിളച്ച് കഴിയുമ്പോൾ ചെറു തീയിലിട്ട് പിന്നെ കറി വറ്റിച്ചെടുക്കാവും. ഇതിനകത്ത് കൊച്ചുള്ളിയോ സവാളയോ വൈറ്റമിൻ ചേർക്കാം. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ചേർക്കില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ചെയ്ത മീൻകറി ഒന്ന് ചിറ്റിക്കാം.
പാകമായിട്ടുണ്ട്. നേരത്ത് കടു താളിച്ചായതുകൊണ്ട് താളിച്ചിട്ടായതുകൊണ്ട് നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കറിയില്ല ഇല്ല കറിഞ്ഞിട്ടുണ്ട്. ഈ മൺചട്ടിയിൽ ഇരുന്നൊന്ന് പറ്റും, നല്ല കൊഴുപ്പ്. മീൻകറി റെഡി. മീൻകറിക്ക് വറുക്കുന്നതിനും കറിക്കും കായപ്പൊടി ചേർത്ത് നല്ലതാണ്, കൂടാതെ കുറച്ച് ചേർക്കണം, നല്ല മണമാണ്, നല്ല രുചിയുമാണ്. ഇങ്ങനെ വെക്കുന്ന കറി ഒരാഴ്ച വെച്ചിരുന്ന് കൂട്ടാം. ഉള്ളി ഇട്ടിട്ടില്ലല്ലോ, ഇടയ്ക്കിടയ്ക്കൊന്ന് ചൂടാക്കണം. ഇരിക്കെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇത് ഒരു 5 മണിയാകുമ്പം ചൂടാക്കും, ഇത് നാളെ രാവിലെ ചൂടാക്കും. അങ്ങനെ ചൂടാക്കിയെടുത്താൽ ടേസ്റ്റ് കൂടുകയും ചെയ്യും, നല്ല ഒരു അരപ്പായിരിക്കും. ചോറിൽ ഇത് മാത്രം വെച്ച് പുരട്ടി തിന്നും കേട്ടോ.